ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശ്വാസികളോടൊപ്പം പാമ്പുകൾ മാതാവിൻ്റെ തിരുനാളിന് വരുന്നത് കേട്ടിട്ടുണ്ടോ? ഒന്നറിയണം, നല്ലതാണ്. തിരുനാൾ ദിവസങ്ങളിൽ വിശ്വാസികൾ, തീർത്ഥാടകർ ദേവാലയത്തിൽ തിരുനാളിന് വരുമ്പോൾ അവരോടൊപ്പം പാമ്പുകളും മാതാവിൻ്റെ തിരുനാളിൽ ദേവാലയത്തിൽ പങ്കുകൊള്ളുന്ന ലോകത്തൊരു സ്ഥലമുണ്ട്. ഗ്രീസിലെ കെഫലോണിയ ദ്വീപിനടുത്ത് മാർക്കോ പോളോ എന്ന് പറയുന്ന ഒരു ഗ്രാമം. ഓഗസ്റ്റ് 5 മുതൽ 15 വരെയാണ് അവിടുത്തെ തിരുനാളുകൾ, മാതാവിൻ്റെ തിരുനാൾ. ആ മാതാവിൻ്റെ തിരുനാളോടൊപ്പം ഒരുപാട് തീർത്ഥാടകർ തിരുനാളിൽ പങ്കുകൊള്ളാൻ അവിടെ വരുമ്പോൾ വഴിയിലൂടെ ഇഴഞ്ഞ് പാമ്പുകളും ദേവാലയത്തിലെത്തും. ദേവാലയത്തിൻ്റെ അൾത്താരയിലും ജനാലയിലും ഭിത്തിയിലും ഒക്കെ വന്ന് മാതാവിൻ്റെ തിരുസ്വരൂപത്തെ വണങ്ങി ഇവർ തിരിച്ചു പോകുമെന്നാണ് പറയുന്നത്. അത് ഗ്രീസിലെ കെഫലോണിയ ദ്വീപിലെ മാർക്കോ പോളോ ഗ്രാമത്തിൽ വർഷങ്ങളായി നടക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ പാമ്പുകൾ വിശ്വാസികളോടൊപ്പം തിരുനാളിന് വരുന്നത്? വിശ്വാസികൾ തന്നെ പോകാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, എന്നാൽ ഈ ദിവസങ്ങൾ തെറ്റാതെ ഈ പാമ്പുകൾ തിരുനാളിന് വരുന്നു. അതൊരു പാമ്പ് മാത്രമാണ്, ഒരു തരം പാമ്പ്. യൂറോപ്യൻ കാറ്റ് സ്നേക്സ് വിഭാഗത്തിൽപ്പെട്ട കറുത്ത ചെറിയ പാമ്പുകളാണ്. ഈ പാമ്പുകളുടെ ഒരു പ്രത്യേകത, ഈ പാമ്പുകളുടെ ശിരസിൽ ഇവിടെ കുരിശാകൃതിയുണ്ട്. പാമ്പുകളുടെ നാവ് കുരിശാകൃതിയിലാണ്. അപ്പോൾ ഇതുമായൊരു ബന്ധമുണ്ട്. നമുക്കത് പാമ്പിൻ്റെ ഇത് കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. പക്ഷെ ഗൂഗിൾ അടിച്ചാൽ ഇതെല്ലാം കിട്ടും. ഈ പാമ്പുകൾ ഈ ഓഗസ്റ്റ് 5 മുതൽ 15 വരെയുള്ള തിരുനാൾ ദിവസങ്ങളിൽ പാമ്പുകളൊക്കെ വരും. ആരെയും ഉപദ്രവിക്കില്ല. ആ ദിവസങ്ങളിൽ, തിരുനാൾ ദിവസങ്ങളിൽ ഈ പാമ്പുകൾ ഒരാളെയും ഉപദ്രവിക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. വിശ്വാസികൾ വരുമ്പോൾ ഈ പാമ്പുകളും റോട്ടിൽ കൂടെ ഇഴഞ്ഞു പോകുന്നുണ്ടാകും. ഒരുപക്ഷെ വണ്ടി കയറി ചാകാതിരിക്കാൻ വിശ്വാസികൾ ഈ പാമ്പുകളെ ഒന്നുകിൽ കയ്യിലെടുക്കും, ചിലരെങ്കിലും തോളിലിടും, ചിലരെങ്കിലും തങ്ങളുടെ ബാഗിൽ പാമ്പിനെ വയ്ക്കും, ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് ദേവാലയത്തിൽ ഇറക്കി വിടും. ദേവാലയത്തിൻ്റെ ഭിത്തിയിലൊക്കെ ഈ പാമ്പ് നടന്ന് അവിടെ മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് വന്ന് വണങ്ങി ഈ പാമ്പുകൾ തിരിച്ചു പോകും. കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നാം നമുക്ക്. പക്ഷേ ഇന്നും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പൊരു സംഭവം നടന്നിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അത്ഭുതം. മാതാവിൻ്റെ അത്ഭുതമായിട്ടാണ് എല്ലാവരും കാണുക. 1705 അവിടുത്തെ മഠം ആക്രമിക്കാനായി കൊള്ളക്കാർ വന്നു. ഈ കൊള്ളക്കാർ മഠം ആക്രമിക്കും, തങ്ങളെ വധിക്കും, തങ്ങളുടെ വസ്തുവകകൾ കൊണ്ടുപോകും. ഭയന്ന് വിറച്ച കന്യാസ്ത്രീമാർ ചാപ്പലിൽ പോയി മാതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. മാതാവല്ലാതെ വേറൊരു ശരണമില്ല. കൊള്ളക്കാര് ആക്രമിക്കാനായി മഠത്തിൻ്റെ ചുറ്റുമുണ്ട്. മാതാവ് ഒരു അത്ഭുതം ചെയ്തു. അവിടെ ഈ കൊള്ളക്കാരെ തുരത്താൻ ഈ പാമ്പുകളെ പറഞ്ഞു വിട്ടു. എവിടെ നിന്നോ ഈ പാമ്പുകൾ മഠത്തിന് ചുറ്റും വന്ന് ഈ കൊള്ളക്കാരെ ആക്രമിക്കാൻ തുടങ്ങി. ഭയന്ന് വിറച്ച ഈ കൊള്ളക്കാര് മഠം ആക്രമിക്കാതെ തിരിച്ചോടിപ്പോയി എന്നാണ് ചരിത്രം പറയുന്നത്. അന്ന് ആ മഠത്തെ സംരക്ഷിച്ചത് ഈ പാമ്പുകളാണ്. പിന്നീട് ആ രൂപം ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി. സാവധാനത്തിൽ ഈ പാമ്പുകളും തിരുനാൾ ദിവസങ്ങളിൽ അവിടെ വരാൻ തുടങ്ങി. ഇന്നും മുടക്കാത്ത ഒരു തിരുനാളാണ്. ഈ പാമ്പുകൾ വരുന്നതും മുടങ്ങിയിട്ടില്ല. അത് കൃത്യം ഓഗസ്റ്റ് 5 മുതൽ 15 വരെയുള്ള തിരുനാൾ ദിവസങ്ങളിൽ
ഈ പാമ്പുകള് തിരുനാളിൽ പങ്കുകൊള്ളാൻ വിശ്വാസികളോടൊപ്പം എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അത്ഭുതം. പാമ്പുകൾ ഒരു വർഷം വന്നില്ലെങ്കിൽ അന്ന് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വാസമാണ്. അതുകൊണ്ട് പാമ്പുകൾ വരണം. വരാത്തൊരു വർഷം ഉണ്ടായിരുന്നു, 1953. ആ വർഷത്തെ തിരുനാളിന് പാമ്പുകൾ എത്തിയില്ല. ആ വർഷം അവിടെ ഭൂമി കുലുക്കമുണ്ടായി. അതുകൊണ്ട് അവര് പാമ്പുകൾ വരാത്ത വർഷം അതൊരു എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടക്കും എന്നുള്ളത് വിശ്വാസമാണ്. അതുകൊണ്ട് പാമ്പുകൾ വരണം, അവരാഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും അനിഷ്ട സംഭവം ഇവർ വന്നില്ലെങ്കിൽ നടക്കുമെന്നതുകൊണ്ട്. അതാണ് പാമ്പുകളുടെ കന്യക എന്നാണ് അവിടുത്തെ മാതാവിനെ വിളിക്കുന്നത്. ഈ പാമ്പുകളുടെ കന്യകയുടെ തിരുനാളാണ് ഓഗസ്റ്റ് മാസത്തിൽ അവിടെ നടക്കുന്നത്. ആ തിരുനാളിൽ പങ്കുകൊള്ളാനാണ് ഇവരൊക്കെ വരുന്നത്, തീർത്ഥാടകരോടൊപ്പം. നോക്കുക, മാതാവിൻ്റെ വലിയൊരു അത്ഭുതം. അന്ന് ആ കൊള്ളക്കാരിൽ നിന്ന് മാതാവിനോട് അവർ കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ഒന്ന് അവരെ സംരക്ഷിച്ചു. ഇങ്ങനെ ആ കൊള്ളക്കാരെ തുരത്തി ഓടിക്കാൻ പാമ്പുകൾ വന്നു എന്നാണ്, പാമ്പുകൾ വിട്ടു എന്നാണ് അവിടെയുള്ള ഇവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് പാമ്പുകളുടെ മാതാവെന്ന് അവിടുത്തെ മാതാവിന് അവർ പേര് കൊടുത്തത്. അമ്മയുടെ പ്രത്യേകത അതാ. ഒന്ന് വിളിച്ചു പ്രാർത്ഥിച്ച, വിളി കേട്ട, ആ വിളിക്ക് ഉത്തരം കൊടുക്കാതെ അമ്മ ഇരിക്കില്ല. കാരണം വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരമ്മയാ പരിശുദ്ധ അമ്മ. ഒന്ന് വിളിച്ചു നോക്കൂ, ആ വിളിക്ക് ഉത്തരം കിട്ടും. ആ വിളി അമ്മ കേൾക്കും. നമ്മുടെയൊക്കെ രോദനങ്ങളും നമ്മുടെയൊക്കെ വേദനകളുടെയും ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും വിളി അമ്മ കേൾക്കാതിരിക്കില്ല. വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായി വരട്ടെ. ആമേൻ.